നിന്ന് പാതിരാത്രിയുടെ പഴുതിൽ ജിബ്രീൽ അലൈഹിസ്സലാം വരികയാണ്. വന്നിട്ട് പറഞ്ഞു, നബിയേ യാ റസൂലല്ലാഹ്, അവിടുന്ന് നമുക്കൊരു യാത്രയുണ്ട്, റെഡിയാകണം നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റെഡിയാണ്. 1450 കിലോമീറ്റർ അകലമുള്ള മാസങ്ങൾ വഴിദൂരമുണ്ട് അന്നത്തെ യാത്രാരീതിയിൽ. 1450 കിലോമീറ്ററോളം ദൂരമുള്ള മസ്ജിദുൽ അഖ്സായിലേക്ക് പോകാൻ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു വാഹനം കൊണ്ടുവന്നിട്ടുണ്ട്. ആ വാഹനത്തിന്റെ പേരാണ് അൽ ബുറാഖ്. ഫൗഖൽ ബുറാഖി മുസറജൻ തസ്നീമാ. ബുറാഖ് എന്ന വാഹനം കൊണ്ടുവന്നിട്ടുണ്ട്. ആ വാഹനത്തെ കുറിച്ച് പറയുന്നത് സഹീഹുൽ ബുഖാരിയിൽ പറയുന്നത്, അത് കുതിരയുടെയും കോവർ കഴുതയുടെയും ഇടയിൽ വലിപ്പമുള്ള അഭൗമികമായ ഒരു വാഹനമാണ്. അതെങ്ങനെയെന്ന് പറയാൻ നമുക്കറിയില്ല, അതിന്റെ സഞ്ചാരം എങ്ങനെയെന്ന് നിർണയിക്കാൻ നമുക്കാവില്ല. ബർഖ് എന്ന് പറഞ്ഞാൽ മിന്നൽ എന്നാണ്, ലൈറ്റനിങ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ മിന്നൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്, പ്രകാശവേഗതയിൽ സഞ്ചരിക്കുന്നത് എന്നൊരു സൂചനയുണ്ട്. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു തന്നിട്ടില്ലേ, വല്ലാഹു ഖലഖ കുല്ലി ദാബത്തിൻ മിമ്മാ. അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിമ്മാ فمنهم من يمشي على بطنه ومنهم من يمشي على رجلين ومنهم من يمشي على 4 يخلق الله ما يشاء إن الله على كل شيء قدير. ഖുർആൻ പറയുകയാണ്, വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിമ്മാ. എല്ലാ ജീവജാലങ്ങളെയും വെള്ളത്തിൽ നിന്ന് പടച്ചവൻ. ഫമിൻഹും മൻ യംശി അലാ ബത്നിഹി, ചിലത് പള്ള കൊണ്ട് സഞ്ചരിക്കുന്നതുണ്ട്. വമിൻഹും മൻ യംശി അലാ റിജ്ലൈനി, 2 കാലിൽ സഞ്ചരിക്കുന്നതുണ്ട്. വമിൻഹും മൻ യംശി അലാ 4, ചിലത് 4 കാലിൽ സഞ്ചരിക്കുന്നതുണ്ട്. അവിടെ നിർത്തിയില്ല. യഖ്ലുഖുല്ലാഹു മാ യശാ, അല്ലാഹുവിന് എന്തിനും എങ്ങനെയും പടയ്ക്കാൻ അധികാരമുള്ളവനാണ്, അങ്ങനെ സൃഷ്ടിക്കും. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണല്ലോ. അപ്പോൾ ഏതു വിധത്തിലാണ് ഈ ബുറാഖിനെ പടച്ചത് എന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയില്ല. സഹീഹുൽ ബുഖാരിയിൽ വന്ന നിവേദനം, ഫൗഖൽ ഹിമാരി വദൂനൽ ബഗ്ലി, കഴുതയുടെയും എന്നാൽ കോവർ കഴുതയുടെ താഴെയുള്ള പ്രത്യേക വലിപ്പത്തിലുള്ള പ്രത്യേകമായതാണ്. കണ്ണെത്തുന്ന ദൂരത്താണ് കാലെത്തുന്നത്. ഒരു ചുവട് കണ്ണെത്ര ദൂരമെത്തുമോ അവിടേക്കാണ് ഒരു ചുവടെത്തുക. അത്രയും വിശേഷമുള്ള ഒരു വാഹനം കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറാൻ പറഞ്ഞപ്പോൾ ബുറാഖിനോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, ഓ ബുറാഖേ, ഇതുവരെ നിന്നെ സഞ്ചരിച്ചതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായ വ്യക്തിയാണ് കയറാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ ബുറാഖ് പ്രത്യേക ആദരവോടെ വഴങ്ങിക്കൊടുക്കുകയാണ്. സഹീഹുൽ ബുഖാരിയിലെ നിവേദനത്തിന്റെ ഒരു ശകലം മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വഅദ് നിർത്തും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് ബൈത്തുൽ അഖ്സായിലേക്ക് പോവുകയാണ്. മസ്ജിദുൽ അഖ്സയിലേക്കുള്ള യാത്രയാണ്. അതേ നിമിഷാർദ്ധത്തിൽ മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലെത്തി. മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിൽ നിമിഷങ്ങളുടെ ദൂരം കൊണ്ട് സമയം കൊണ്ട് എത്തിച്ചേർന്നു.
അന്ന് കാലത്ത് സൂപ്പർസോണിക് വിമാനങ്ങളില്ല, സാധാ വിമാനങ്ങളില്ല, സാങ്കേതിക സംവിധാനങ്ങളില്ല. സാങ്കേതിക വികാസങ്ങൾ നമുക്ക് ഈമാൻ വർദ്ധിപ്പിക്കും. അങ്ങനെ ഒന്ന് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ സാധാരണക്കാർക്ക് പോലും പോകാനുള്ള സംവിധാനങ്ങൾ എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അല്ലാഹു തആല അവന് പ്രിയപ്പെട്ട പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിലേറെ ഒരു സംവിധാനം നൽകിക്കൂടാ എന്നും ആലോചിക്കാനുള്ള തെളിവുകൾ ഇവിടെയുണ്ടല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര ചെയ്യുകയാണ്. മക്കയിൽ നിന്ന് ബൈത്തുൽ അഖ്സായിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവിടുന്ന് പറയുന്നു, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, റഅയ്തു മൂസാ ഖായിമൻ യുസല്ലി ഫീ ഖബ്രിഹി. മൂസാ നബി അലൈഹിസ്സലാം ഖബറിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. ഏത് മൂസാ നബിയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലങ്ങൾക്ക് മുമ്പ് വഫാത്തായി പോയ മൂസാ നബി അലൈഹിസ്സലാം ഖബറിന്റെ ഉള്ളിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. സഹീഹു മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുകയാണ്. കാരണം അവിടുത്തെ കണ്ണ് സാധാരണ കണ്ണല്ല, അവിടുത്തെ സഞ്ചാരം സാധാരണ സഞ്ചാരമല്ല, അവിടുത്തെ വിചാരം സാധാരണ വിചാരമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ യാത്ര ശാരീരികമായ യാത്രയാണ്, സ്വപ്നമല്ല. സ്വപ്നമാണെങ്കിൽ സുബ്ഹാനല്ലദീ എന്ന് പറയേണ്ട ആവശ്യമില്ല, അസ്റ എന്ന് പറയേണ്ട ആവശ്യമില്ല. പരിശുദ്ധമായ ഖുർആനിൽ 4 or 5 സ്ഥലങ്ങളിൽ അസ്റ എന്ന പദത്തിന്റെ വ്യത്യസ്ത പ്രയോഗങ്ങൾ വന്നിട്ടുണ്ട്. അവിടെയെല്ലാം ശാരീരികമായ യാത്രയാണ് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിഅബ്ദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന ദാസനെ അല്ലാഹു തആല രാത്രിയുടെ യാമങ്ങളിൽ യാത്ര ചെയ്യിക്കുകയാണ്. മസ്ജിദുൽ അഖ്സായുടെ അടുത്തെത്തിയപ്പോൾ അതാ ഖബറിന്റെ ഉള്ളിൽ നിസ്കരിക്കുന്നുണ്ട് സയ്യിദുനാ നബിയുല്ലാഹി മൂസാ അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാം അവിടെ എങ്ങനെ എത്തിയെന്ന് സഹീഹുൽ ബുഖാരിയിൽ വേറെ അധ്യായമുണ്ട്, ഞാൻ അതൊക്കെ പോണില്ല. മഹാനവറുകൾ ഖബറിന് ഇടം ചോദിച്ചു വാങ്ങി. പുണ്യമേറിയ സ്ഥലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കഴിഞ്ഞു നേരെ മസ്ജിദുൽ അഖ്സയിലെത്തി. ബുറാഖ് എന്ന വാഹനം അവിടെ ബന്ധിച്ചു വെക്കുകയാണ്, അവിടെ കെട്ടിയിടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒപ്പം അവിടെ എത്തിച്ചേർന്ന അമ്പിയാക്കന്മാരൊക്കെ വാഹനം കെട്ടിയ സ്ഥലത്ത്, അല്ലെങ്കിൽ അവിടെ ജിബ്രീൽ അലൈഹിസ്സലാം പാറയിൽ പ്രത്യേകമായ ഒരു വളയം രൂപപ്പെടുത്തിയിട്ട് അതിൽ ബന്ധിക്കുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൽ അഖ്സയുടെ ഉള്ളിലേക്ക് കയറി. എല്ലാ അമ്പിയാക്കന്മാരും അവിടെ ഹാജരാണ്. صلى بكل خلفه مأموما. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ എല്ലാ അമ്പിയാക്കന്മാർക്കും 1,24,000 അല്ലെങ്കിൽ 2,24,000 വരുന്ന മുഴുവൻ നബിമാരും അവിടെ ഹാജരുണ്ട്. അവർക്ക് മുഴുവനും ഇമാമായി നിന്നു. ഇങ്ങനെ ഒരു നിസ്കാരം മക്കത്ത് മസ്ജിദുൽ ഹറാമിൽ നടന്നത് നമ്മൾ വായിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു നിസ്കാരം മസ്ജിദുൻ നബവിയിൽ നടന്നത് നമ്മൾ വായിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ മസ്ജിദുൽ അഖ്സയിലെത്തിയപ്പോൾ എല്ലാ അമ്പിയാക്കളും വന്നവിടെ ജമാഅത്തായി കൂടി. ഈ വിശ്വാസങ്ങളൊക്കെ ഉള്ളതാണ് നമ്മുടെ ഇസ്ലാം. നമ്മളതും അറിയണം. ചില ആളുകൾ മതത്തിൽ ഭൗതികതയെ കൂട്ടിയിട്ട് ബോധ്യമായത് മാത്രമേ പറയൂ എന്നുള്ളവരുണ്ട്.
അവർക്കിത് മനസ്സിലാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂസാ നബി അലൈഹിസ്സലാം ഖബറിൽ നിസ്കരിക്കുന്നത് കണ്ടു. ആ മൂസാ നബിയും മസ്ജിദുൽ അഖ്സയിലുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ മസ്ജിദുൽ അഖ്സയിൽ നടക്കുന്ന, ഗസയിൽ നടക്കുന്ന സംഭവങ്ങൾ അറിയുന്നുണ്ട്. നമ്മൾ കഅബ പോലെ പുണ്യമായി കാണേണ്ട സ്ഥലമല്ലേ മസ്ജിദുൽ അഖ്സ? നമ്മളെ അവിടുത്തെ സംഭവങ്ങൾ വേദനിപ്പിക്കാറുണ്ടോ? ആലോചിച്ചു നോക്കണേ. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ അമ്പിയാക്കന്മാർക്കും ഇമാമായി നിന്ന പള്ളിയാണ് മസ്ജിദുൽ അഖ്സ. ഒരുമിച്ച് കൂടിയ പട്ടണമാണ് അഖ്സ പട്ടണം. അവിടെ വർഷങ്ങളായി നിരന്തരമായ യുദ്ധക്കെടുതിയിൽ ലക്ഷക്കണക്കിന് കുരുന്നുകൾ മരിച്ചു വീണില്ലേ? ഇപ്പോഴും മരിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? അല്ലാഹു തആല ഗസയെ മോചിപ്പിച്ചു തരട്ടെ. നമ്മുടെ ഉള്ളിൽ വേദന വേണം. കേവലം നമ്മുടെ സഹോദരങ്ങളായ മുസ്ലിങ്ങൾ കൊല്ലപ്പെടുന്നു എന്നുള്ള മാത്രമല്ല, മസ്ജിദുൽ ഹറാം പോലെ നമുക്ക് പുണ്യമേറിയ പള്ളിയാണത്. ഇസ്ലാമിൽ പള്ളികളിൽ ഏറ്റവും മുൻനിരയിലുള്ള 3 പള്ളികൾ: മസ്ജിദുൽ ഹറാം, മസ്ജിദുൻ നബവി, മസ്ജിദുൽ അഖ്സ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിബലയായി തിരഞ്ഞെടുത്തിരുന്ന പള്ളിയാണ്, നിസ്കരിച്ചിരുന്ന പള്ളിയാണ്. ആ പള്ളിയിൽ എല്ലാ അമ്പിയാക്കന്മാരും ഒരുമിച്ചുകൂടി എല്ലാവരും ഇമാമായി നിശ്ചയിച്ചതാരെയാണ്? ഇമാമുൽ മുർസലീൻ, സയ്യിദുൽ അംബിയാഇ വൽ മുർസലീൻ, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇമാമാക്കി വെച്ചു. സ്വല്ലാ ബികുല്ലിൻ, എല്ലാവർക്കും ഇമാമായി നിസ്കരിച്ചു. അപ്പൊ എല്ലാവരും അംഗീകരിച്ചു, അന സയ്യിദു വലദി ആദം, ഞാനാണ് മനുഷ്യൻ മൂലത്തിന്റെ മുഴുവനും നേതാവ് എന്ന പ്രഖ്യാപനത്തിന്റെ ഒരു പുലർച്ചയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ അമ്പിയാക്കളുടെയും ഇമാം, ഇമാമുൽ അംബിയാ അവിടുന്ന് നിസ്കരിച്ചു കഴിഞ്ഞു. എല്ലാവരും അംഗീകരിച്ച് ആദരവുകൾ സമ്മതിച്ചു കൊടുത്തു. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാ അമ്പിയാക്കന്മാരെയും നമ്മൾ വിശ്വസിക്കുകയാണ്. അതുകൊണ്ടാണ് ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി, എല്ലാ അമ്പിയാക്കന്മാരും വലിയ പദവിയുള്ള മഹാന്മാരാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില നബിമാരെ ചിലരെക്കാൾ കൂടുതൽ ദറജ നൽകിയിട്ടുണ്ട്. ഫളൽനാ ബഅളഹും അലാ ബഅളിൻ, ചിലരിൽ ചിലരെ നമ്മൾ മഹത്വപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഖുർആൻ പറഞ്ഞു. അവരിൽ ഏറ്റവും പദവിയുള്ള നേതാവാണ് ഖൽഖ് സേ ഔലിയാ, ഔലിയാ സേ റസൂൽ, റസൂലോ സേ അലാ ഹമാരാ നബി. മനുഷ്യകുലത്തിലെ ഉന്നതർ അമ്പിയാക്കളാണ്. അമ്പിയാ മുർസലീങ്ങളിൽ വെച്ച് ഉന്നതരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാതിരാത്രിയുടെ പഴുതിൽ മുഴുവൻ അമ്പിയാക്കന്മാരെയും ഹാജരാക്കി ഇമാമായി നിസ്കരിച്ചു. ഇവിടെ അല്ലാമ ഇബ്നു കസീർ തങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ആ ഇബ്നു കസീർ തങ്ങൾ വിശദീകരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഇസ്രാ മിഅ്റാജിന്റെ സംഭവത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു ഹിക്കായത്ത്, ഒരു ഉദ്ധരണി കൊണ്ടുവരികയാണ്. അബൂ സുഫിയാൻ എന്ന് പറയുന്ന ഖുറൈശികളുടെ നേതാവ്, പിൽക്കാലത്ത് സ്വഹാബിയായി. ആ അബൂ സുഫിയാൻ അങ്ങ് ബൈത്തുൽ മുഖദ്ദസിന്റെ നാട്ടിൽ ഉള്ളപ്പോഴാണ് ഹിർഖൽ രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കത്ത് സ്വീകരിക്കുന്നത്. ചരിത്രം വിശാലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ രാജാക്കന്മാർക്കും കത്ത് കൊടുത്തു വിട്ടു. ചില രാജാക്കന്മാര് സ്വീകരിച്ചു. ഹിർഖൽ രാജാവ് റോമിന്റെ ഭരണാധികാരിയാണ്. പക്ഷേ അദ്ദേഹം ആ സമയത്ത് ബൈത്തുൽ മുഖദ്ദസിൽ ഉണ്ടായിരുന്നു.
അവിടെ വെച്ചുകൊണ്ടാണ് ഉർവത്ത് ബിൻ മസ്ഊദ് സഖഫി തങ്ങളുടെ കയ്യിൽ നിന്ന് കത്ത് വാങ്ങുന്നു. എന്നിട്ട് ഖുറൈശികളിൽ നിന്ന് കച്ചവടത്തിന് വന്ന ആരുണ്ടെന്ന് ചോദിച്ച് അബൂ സുഫിയാന്റെ സംഘത്തെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തുന്നു. സ്വഹീഹുൽ ബുഖാരിയിലെ നീണ്ട ഒരു ഹദീസുണ്ട്. എന്നിട്ട് ചോദിച്ചു, നിങ്ങളിൽ ആ പ്രവാചകനോട് അടുത്ത കുടുംബമുള്ള ആളാരാണ്? അബൂ സുഫിയാൻ മുന്നോട്ട് വന്നു. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കും, സത്യം മാത്രം പറയണം. എന്നിട്ട് കൂടെ വന്നവരെ ബാക്കിൽ നിർത്തിയിട്ട് പറഞ്ഞു, ഇദ്ദേഹം കളവ് പറഞ്ഞാൽ ആംഗ്യം കാണിക്കണം. ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആളെ വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പല ചോദ്യങ്ങളും ചോദിച്ചു. തറവാട്ടുകാരനാണോ, നാട്ടുകാരനാണോ, മുൻഗാമികൾ രാജാക്കളുണ്ടോ? എല്ലാത്തിനും സത്യസന്ധമായി മറുപടി പറഞ്ഞു അബൂ സുഫിയാൻ. കൂട്ടത്തിൽ ചോദിച്ചു, ആ പ്രവാചകത്വം പറയുന്ന വ്യക്തി കളവ് പറഞ്ഞതായി നിങ്ങൾക്കറിയാമോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇതുവരെ ഒരു കളവും പറഞ്ഞിട്ടില്ല, ഇനി അങ്ങോട്ടുള്ള ജീവിതം എന്താന്ന് പറയാൻ പറ്റൂല. ശരി, 40 കൊല്ലം കളവ് പറയാത്ത ഒരാള് ഇനി എന്തിനാ കളവ് പറയാ? ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ അത് മതി. 40 കൊല്ലവും ഒരു ചെറിയ കളവ് പോലും പറയാത്ത ആൾ ഞാൻ പ്രവാചകനാണെന്ന വലിയൊരു കളവ് ഒരിക്കലും പറയാൻ സാധ്യതയില്ല. അത് വലിയൊരു തെളിവാണ്. അവിടെ അബൂ സുഫിയാൻ പറഞ്ഞു അത്രേ, ആ പറയപ്പെടുന്ന വ്യക്തി ഒരു കളവും പറഞ്ഞിട്ടില്ല, പക്ഷേ ഈ അടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു രാത്രി കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിൽ ഇവിടെ വന്നിട്ട് തിരിച്ചു വന്നൂന്നും ഇവിടുന്ന് ആകാശാരോഹണം നടത്തിയെന്ന് ഒരു വർത്താനം പറഞ്ഞു. അതെന്താണെന്നറിയില്ല. അപ്പൊ അവിടെയുള്ള 2 പാതിരിമാര് പറഞ്ഞു, അത് ശരിയാണ്, ഞങ്ങൾക്കറിയുന്ന കാര്യമാണ്. ഒരു രാത്രിയിൽ ഞങ്ങൾക്ക് ബൈത്തുൽ മുഖദ്ദസിന്റെ ഗേറ്റ് അടയ്ക്കാൻ നോക്കിയപ്പോൾ അടയ്ക്കാൻ പറ്റുന്നില്ല. ഗേറ്റ് അടയ്ക്കാൻ പറ്റുന്നില്ല. എങ്ങനെ നോക്കിയിട്ടും ഞങ്ങൾക്ക് ഗേറ്റ് അടയ്ക്കാൻ പറ്റിയില്ല. രാവിലെ വന്നപ്പോൾ അവിടെ കയറുകൾ കൊണ്ട് കല്ലിൽ ബന്ധിച്ച അടയാളങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ വേദം കൊണ്ടും അല്ലാതെയും മനസ്സിലാക്കുന്നത് ആ രാത്രിയിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടേ. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ സത്യമോ അല്ലാത്തതോന്ന് നിഴലുണ്ടാക്കുന്ന ഒരു കാര്യം പോലും പറയാൻ അതേ അബൂ സുഫിയാന് കഴിഞ്ഞില്ല. അല്ലാമ ഇബ്നു കതീർ തങ്ങൾ വിശദീകരിച്ചതാണ്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരം കഴിഞ്ഞു. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 2 പാത്രത്തിൽ 2 പാനീയം കൊണ്ടുവന്നു. ഒന്നിൽ മദ്യമാണ്, മറ്റൊന്നിൽ പാലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാൽപാത്രം തിരഞ്ഞെടുത്തു. അന്ന് മദ്യം വിലക്കപ്പെട്ട കാലമല്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദ്യം തിരഞ്ഞെടുത്തില്ല. പാല് തിരഞ്ഞെടുത്തപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇഖ്തർതൽ ഫിത്ര, പരിശുദ്ധിയെയാണല്ലോ തിരഞ്ഞെടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പവിത്രതയെ തിരഞ്ഞെടുത്തു. ഖംർ എന്ന് പറഞ്ഞാൽ ബുദ്ധിയെ മറച്ചുകളയുന്നത് എന്നാണ്. മാ ഖാമറൽ അഖ്ല, അഖ്ലിനെ മൂടിക്കളയുന്നതാണ്, ബുദ്ധിയെ മൂടിക്കളയുന്നതാണ്. അറിയുമോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖംർ തിരഞ്ഞെടുത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാല് തിരഞ്ഞെടുത്ത് പാനം ചെയ്തു. അതിൽ മഹാനരായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രശംസിച്ചു. എന്നിട്ട് നേരെ മസ്ജിദുൽ അഖ്സയുടെ മുറ്റത്തുള്ള ഒരു പാറയുടെ മുകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉയരങ്ങളിലേക്ക് യാത്ര ചെയ്തു. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സ വരെ ഉള്ള ദൂരമല്ല, ഇവിടെ നിന്ന് ആകാശമണ്ഡലങ്ങളിലേക്കുള്ള ദൂരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക മുതൽ ബൈത്തുൽ മുഖദ്ദസ് വരെ വാഹനത്തിൽ വന്നു. ഇനി മേലോട്ടുള്ള ദൂരം കൂടുതലാണ്, വാഹനം പറ്റൂല.
നമ്മൾ ദൂരം കൂടുമ്പോഴാണ് വാഹനമെടുക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദൂരം കൂടിയപ്പോൾ വാഹനം ഒഴിവാക്കുകയാണ്. ബുറാഖിനേക്കാൾ വലിയ വേഗതയാർക്കുണ്ട്? ജിബ്രീൽ അലൈഹിസ്സലാമിനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൽ ഹറാം മുതൽ മസ്ജിദുൽ അഖ്സ വരെ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഒപ്പം വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ടാണ് വന്നത്. അതേ സമയത്ത് ബൈത്തുൽ മുഖദ്ദസ് മുതൽ ഇലസ്സമാവാത്തിൽ ഉലാ, ആകാശമണ്ഡലങ്ങൾ വരെ പോയത് ജിബ്രീൽ അലൈഹിസ്സലാമിന് ഒപ്പമാണ്. ജിബ്രീൽ അലൈഹിസ്സലാം പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. ഭൗതിക ശാസ്ത്രം അനുസരിച്ചുകൊണ്ട് പറഞ്ഞാൽ പ്രകാശത്തിന്റെ വേഗത 1 സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്ററാണ്. അതിനേക്കാൾ വേഗത ആർക്കും എവിടെയും നൽകാൻ അധികാരമുള്ള റബ്ബാണിത് സംവിധാനിച്ചത്. അതുകൊണ്ട് ആ വേഗതയിലാണെന്ന് പറയാൻ പറ്റില്ല. പ്രകാശത്തിന്റെ വേഗത തന്നെ 3 ലക്ഷം കിലോമീറ്റർ ആണെങ്കിൽ 1 സെക്കൻഡിൽ 3 × 10⁸ ആണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂട്ടാൻ വന്ന ജിബ്രീൽ അലൈഹിസ്സലാം പ്രകാശത്താൽ പടക്കപ്പെട്ട മലക്കാണ്. മലക്കിന് ആ വേഗതയിലും അതിലേറെ വേഗതയിലും യാത്ര ചെയ്യാം. അതേ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മസ്ജിദുൽ അഖ്സയുടെ മുമ്പിലുള്ള ഒരു പാറയുടെ മുകളിൽ നിന്ന് യാത്ര തുടങ്ങുകയാണ്. ആ പാറയുടെ മേലെയാണ് സ്വർണം പൂശിയിട്ടുള്ള കുബ്ബയുള്ളത്. നമ്മൾ ഫലസ്തീനിന്റെ ഫോട്ടോ കാണുമ്പോൾ കാണുന്ന ഗോൾഡൻ കുബ്ബ, അത് ഈ പാറയുടെ മേലെയുള്ള കുബ്ബത്തു സഖ്റയാണ്. മസ്ജിദുൽ അഖ്സയുടെ കുബ്ബ കറുത്ത നിറത്തിലുള്ള കുബ്ബയാണ്, ചാരനിറത്തിലുള്ള കുബ്ബയാണ്. ഈ ഗോൾഡൻ ഡോം, അതേ അതിന്റെ ഉള്ളിൽ ഒരു പാറയുണ്ട്. ആ പാറയിൽ നിന്ന് നേരെ ഇലസ്സമാവാത്തിൽ ഉലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് ജാഇലാ കുല്ലിർ സമാഇ തസഫുഫ റസൂലുൻ വ അംലാകുൻ വറാഅൽ മുസ്തഫ കുല്ലു യുറഹിബു ലാഹികം വ ബസീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. വെളിയങ്കോട് വിശ്രമിക്കുന്ന ഉമർ ഖാദി തങ്ങള് അതിമനോഹരമായി മിഅ്റാജിനെ കുറിച്ചൊരു കവിത എഴുതിയിട്ടുണ്ട്. അതാണ് സ്വല്ലല്ലാഹു അലാ ബിനി അബ്ദില്ലാഹി ദി ഖുലുഖിൻ ബിനസ്സില്ലാഹി കാന അളീമാ ഫളൻ ഗലീളൻ ലം യകുൻ ബല്ലൈനാ ബർറൻ റഊഫൽ മുഅ്മിനീന റഹീമാ. ആ മഹാനായ ഉമറുൽ ഖാദി തങ്ങൾ എഴുതിയ കവിതയാണ്. എന്തെന്നറിയുമോ? ഇത് ജാഇലാ കുല്ലി സമാഇ തസഫുഫ റസൂലുൻ വ അംലാകുൻ വറാഅൽ മുസ്തഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശമണ്ഡലങ്ങളിലേക്ക് പോവുകയാണ്. അവിടെ ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുകയാണ്, ഇൻതലഖനാ ഹത്താ അതൈന സമാഅദ് ദുനിയാ, ഭൗമാകാശമെത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപരിലോകത്തെ അറിയിക്കാനാണ് അസ്സമാ എന്ന് പറഞ്ഞത്. അല്ലാതെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള മേക്കൂര, ആകാശം എന്ന് പറയുന്ന ഒരു സാധനം എന്ന അർത്ഥത്തിലല്ല. ഉപരിലോകം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൗമാകാശത്തിലെത്തി. ഖുർആനിൽ പറഞ്ഞില്ലേ, വലഖദ് സയ്യന്നസ് സമാഅദ് ദുനിയാ ബിമസാബീഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് ഭൗമാകാശത്തെ. മറ്റൊരായത്തിൽ അല്ലാഹു തആല പറയാണ്, ഇന്നാ സയ്യന്നസ് സമാഅദ് ദുനിയാ ബിസീനത്തിൽ കവാകിബ്. അതാ നക്ഷത്രങ്ങളെ കൊണ്ട് ഭൗമാകാശത്തെ അല്ലാഹു അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നക്ഷത്രങ്ങളും ഗോളങ്ങളും എല്ലാം ഉള്ളത് ഭൗമാകാശത്തിലാണ്. ഖുർആൻ പറയുന്നത് അതിന് മേലെയും ആകാശത്തിന്റെ ലെയറുകളെയാണ്.
ഇന്ന് ലോകത്ത് ശാസ്ത്രം പഠിച്ചു എന്നവകാശപ്പെടുന്നത് പ്രപഞ്ചത്തിൽ അവർ മനസ്സിലാക്കിയതിന്റെ 4% അവർ റീച്ച് ചെയ്തിട്ടുള്ളൂ. മുഴുവൻ പഠിച്ചു എന്നല്ല, ആകാശം എന്താണെന്ന് ശാസ്ത്രം പഠിച്ചു കഴിഞ്ഞിട്ടില്ല, യൂണിവേഴ്സ് എന്താണെന്ന് ശാസ്ത്രം പഠിച്ചു കഴിഞ്ഞിട്ടില്ല. മില്യൺ കണക്കിന് ബില്യൺ കണക്കിന് പ്രകാശ വർഷങ്ങളെ കുറിച്ച് പറയാനല്ലാതെ അറിയപ്പെട്ട അല്ലെങ്കിൽ ഗവേഷണത്തിന് ലഭ്യമാകുമെന്ന് പറയുന്ന പ്രപഞ്ചത്തിന്റെ 4% നമുക്ക് നിരീക്ഷിക്കാനാവുകയുള്ളൂ എന്ന് സയൻസ് പറയുമ്പോൾ ലോകം എത്ര വിശാലമാണ്, പ്രപഞ്ചം എത്ര വിശാലമാണ്. നമ്മൾ ഏതോ ഒരു അത്ഭുതം കാണുമ്പോഴേക്ക് പടച്ചോനെ തള്ളിപ്പറയുന്ന പുതിയ കുട്ടികൾ അവർ ഈ ലോകത്തെ അറിയുന്നില്ല. ഏതു ശാസ്ത്രത്തിനും ഏത് ഗവേഷണങ്ങൾക്കും ഇവിടെ പടക്കപ്പെട്ട ഒരു വസ്തുവിൽ നിന്നല്ലാതെ ഒന്നും ഉണ്ടാക്കാൻ സാധ്യമല്ല. ഒന്നുകൂടി പറയാം, ഇവിടെ എക്സിസ്റ്റ് ആയ ഒരു സാധനത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനും തിരിക്കാനും പറ്റുന്നല്ലാതെ ശൂന്യതയിൽ നിന്ന് എന്തെങ്കിലും ഒന്നുണ്ടാക്കാൻ ഒരു സയൻസിനും ഇന്നുവരെയും സാധിച്ചിട്ടില്ല. ഒരു ശാസ്ത്രത്തിനും അവകാശവാദമില്ല ഇവിടെയുള്ള കല്ലും മണ്ണും ചേർത്ത് വെക്കാനാവും. ശൂന്യതയിൽ നിന്ന് എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടാക്കാൻ ലോകത്തേതെങ്കിലും സയന്റിസ്റ്റിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെ എവിടെയാണ് സൃഷ്ടിപ്പേറ്റെടുക്കുന്നത്? പിന്നെ എവിടെയാണ് പടപ്പേറ്റെടുക്കുന്നത്? ഒരിക്കലും സാധ്യമല്ല. ഖാലിഖും ബാരിഉമായ അല്ലാഹു അല്ലാതെ, പരാശക്തിയായ റബ്ബുൽ ഇസ്സത്ത് അല്ലാതെ ഒരു ശക്തിയെ അവതരിപ്പിക്കാൻ സാധ്യമല്ല. ശൂന്യതയിൽ നിന്ന് ഒന്നും ഉണ്ടാക്കാൻ, ഒരു മുട്ടുസൂചി പോലും ഉണ്ടാക്കാൻ, ഒരു കൊതുകിന്റെ ചിറക് പോലും ഉണ്ടാക്കാൻ ലോകത്തൊരു സയന്റിസ്റ്റിനും ഇന്ന് വരെയും സാധിച്ചിട്ടില്ല, ഇനിയും സാധിക്കാനില്ല. റോബോട്ടുകൾ എവിടെ നിന്നുണ്ടാക്കി? ഈ ദുനിയാവിൽ പടക്കപ്പെട്ട വസ്തുക്കളിൽ നിന്ന്. AI എവിടെ നിന്നുണ്ടായി? ഇവിടെ അവൈലബിൾ ആയ വസ്തുക്കളെ പ്രത്യേക അനുപാതത്തിൽ ഘടിപ്പിച്ചപ്പോഴുണ്ടായി. അല്ലാതെ ശൂന്യതയിൽ നിന്നൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഒന്നും ഉണ്ടാക്കാൻ സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാത്രയുടെ അല്പം ചില ഘട്ടങ്ങൾ പറഞ്ഞു ഞാൻ നിർത്താം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപരിലോകത്തേക്ക് യാത്ര ചെയ്യുകയാണ്. ഇൻതലഖനാ ഹത്താ അതൈന സമാഅ ദുനിയാ, ഭൗമാകാശത്തിലേക്ക് എത്തി. അതിൽ ഖുർആൻ പല സ്ഥലങ്ങളിൽ അസ്സമാ അദ്ദുനിയാ ഇന്നാ സയ്യന്ന അസ്സമാ അദ്ദുനിയാ ബിസീനത്തിൽ കവാകിബ്, ആ ആകാശമണ്ഡലത്തിലേക്ക് എത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, കവാടമൊന്ന് തുറക്കണേ. എന്ത് കവാടമാണ്? അല്ലാഹു അഅലം. അതേ നമുക്ക് പറയാൻ പറ്റൂ. പക്ഷെ എവിടെ പോയാലും അനുമതി തേടിയിട്ടേ കയറാൻ പാടുള്ളൂ എന്നുള്ള മസ്അല ഇവിടെ ഉണ്ട്. ഒരാളുടെ വീട്ടിലേക്ക് ചെന്നാൽ നേരെ വാതിൽ തുറന്നു കിടന്നാലും കയറി അങ്ങ് ചെല്ലരുത്. അതുകൊണ്ടാണ് ഫസ്തഫ്തഹ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, പ്ലീസ് ഓപ്പൺ എന്ന് മഹാനരായ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ അവിടെ നിന്നൊരു ചോദ്യം, മൻ ഹാദാ, ഇതാരാണ്? അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ജിബ്രീൽ. ഒരു വീട്ടിൽ പോയി കോളിംഗ് ബെല്ലടിക്കുമ്പോൾ ആരാണ്? ഞാനാണ് എന്ന് പറയാൻ പാടില്ല, പേര് പറയണം. ആ ചിട്ടയും എവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഖാല ജിബ്രീലു, ജിബ്രീലാണ്. അപ്പോൾ അടുത്ത ചോദ്യം വരികയാണ്, വമൻ മഅക, കൂടെ ആരാണ്? അപ്പോൾ പറഞ്ഞു, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, എൻ്റെ കൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണുള്ളത്. അപ്പോൾ അടുത്ത ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയോഗമുണ്ടായോ? അപ്പോൾ ആകാശവാസികൾക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആരാണ് എന്ന് ചോദിച്ചില്ല.
അവിടുത്തെ ആഗമനമായോ? അതേ. അപ്പോൾ ഫഫുതിഹ, അല്ലെങ്കിൽ ഫതഹ ലനാ, അവിടെയുള്ളവർ തുറന്നു കൊടുത്തു. വഖാല മർഹബൻ ബിഹി വലനിഅമൽ മജീഉ ജാ, അത്യുന്നതരായവർ ആഗതമായല്ലോ. ഫാതൈനാ അലാ ആദമ അലൈഹിസ്സലാം. അങ്ങനെ ഒന്നാം ഭൗമാകാശത്തിന്റെ കവാടം തുറന്നു കഴിഞ്ഞപ്പോൾ അവിടെയുണ്ട് ആദം അലൈഹിസ്സലാം ഇരിക്കുന്നുണ്ട്. മഹാനരായ ആദം നബി അലൈഹിസ്സലാം പറയുകയാണ്, മർഹബൻ ബിബിനി സ്വാലിഹി വന്നബി സ്വാലിഹ്, നല്ല മോനും അത്യുന്നതനായ നബിയുമാണല്ലോ, സ്വാഗതം. എവിടെ? മസ്ജിദുൽ അഖ്സയിൽ നിസ്കരിച്ച നബി ഒന്നാനാകാശത്തിൽ സ്വീകരിക്കുന്നു. സ്വഹീഹുൽ ബുഖാരിയിലെ നിവേദനം ഞാൻ വായിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിച്ചു. അപ്പോൾ പറഞ്ഞു, സ്വാലിഹായ മോനെ, സ്വാലിഹായ നബിയെ, സ്വാഗതം. ആദം നബി അലൈഹിസ്സലാം വലത്തോട്ട് നോക്കി ചിരിക്കുന്നുണ്ട്, ഇടത്തോട്ട് നോക്കി കരയുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, എന്തേ? ورأى على عجب أباه إذا نظر يمناه يضحك والشمال إذا بصر يبكي ويحيا والمسيح ومن حضر. മഹാനായ ഉമറുൽ ഖാളി തങ്ങൾ പറയാണ്, എത്ര മനോഹരമായ വരിയാണ് ഉമറുൽ ഖാളി തങ്ങളത്. ചെറിയ വരിയിൽ വലിയ ആശയമാണ്. ഉമറുൽ ഖാളി തങ്ങൾ കേരളത്തിൽ ജീവിച്ച വലിയ മഹാനായ പണ്ഡിത കവിയാണ്. അറബികളെ അത്ഭുതപ്പെടുത്തിയ മഹാനാണ്. നമ്മൾ അറിയണം, മഹാനായ മുഹമ്മദ് ബിൻ അലവി ബിൻ അബ്ബാസ് ബിൻ അലവി അൽ മാലിക്കി തങ്ങൾക്ക് ഇസ്രാ മിഅ്റാജ് പറയാൻ വഹുവ ബിൽ ഉഫുഖിൽ അഅ്ലാ എന്ന വിശാലമായ ഒരു ഗ്രന്ഥമുണ്ട്. ആ വഹുവ ബിൽ ഉഫുഖിൽ അഅ്ലാ എന്ന ഗ്രന്ഥത്തിൽ ഒരുപാട് ഗ്രന്ഥങ്ങളെയും കവിതകളെയും പറയുമ്പോഴും എന്നാൽ അതിൽ പല കവിതകളെയും തോൽപ്പിക്കുന്ന കവിതയാണ് ഉമറുൽ ഖാളി തങ്ങളുടെ സല്ലല്ലാഹു എന്ന കവിത. മഹാനായ ഉമറുൽ ഖാളി തങ്ങളുടെ ജീവിതം മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹാണ്. അതല്ലേ മഹാനവറുകൾ ഒരിക്കൽ പുള്ളിയില്ലാത്ത അക്ഷരങ്ങൾ കൊണ്ട് മാത്രം ഒരു കവിത എഴുതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹാണ്. ലഹൽ ഹിലാലു ഹിലാലുൽ ലാമിഉൽ അലമി ലില്ലാഹി ദാഇൻ റസൂലുള്ളാഹി ലിൽ ഉമമി. ഒറ്റ അക്ഷരത്തിന് പുള്ളിയില്ല, 27 വരിയുള്ള കവിതയാണ്. ലഹൽ ഹിലാലു ഹിലാലുൻ ലാമിഉൽ അലമി ലില്ലാഹി ദാഇൻ റസൂലുള്ളാഹി ലിൽ ഉമമി. പിന്നെയോ പുള്ളിയുള്ള അക്ഷരങ്ങൾ കൊണ്ട് മാത്രം ഒരു കവിത എഴുതി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹാണ്. യുശഖീഖുനി ശഗഫി ഫഖിഫ്തു തജന്നുനി ബിനശ്ഖിൻ ശദീൻ ഫീ നബിയ്യിൻ യുനശ്ഖൂ. അവിടുന്ന് പുള്ളിയുള്ള അക്ഷരങ്ങൾ കൊണ്ട് മാത്രം ഒരു മദ്ഹുൻ നബി, പുള്ളിയില്ലാത്ത അക്ഷരങ്ങൾ കൊണ്ട് മാത്രം ഒരു കവിത. ഇതെല്ലാം എഴുതിയ മദ്ഹിന്റെ രചനകളുടെ രാജാവായ മഹാനവറുകളെ പറയുകയാണ്, ഫറആ അലാ അജബിൻ അബാഹു ഇദാ നളർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദം നബി അലൈഹിസ്സലാമിനെ കണ്ടു, അത്ഭുതത്തോടെ ഇരിക്കുകയാണ്. യുംനാഹു യളഹകു, വലത്തോട്ട് നോക്കി ചിരിക്കുന്നുണ്ട്. അവിടുന്ന് ഇടത്തോട്ട് തിരിയുമ്പോൾ വശിമാല ഇദാ ബസർ, ഇടത്തോട്ട് തിരിയുമ്പോൾ കരയുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു എന്തേ? ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു എന്തേ? അപ്പോഴവിടുന്ന് പറഞ്ഞു, അതാ വലഭാഗത്ത് മുഴുവനും അവിടുത്തെ മക്കളിൽ നിന്നുള്ള നല്ല മക്കളാണ്, അവരെ കാണുമ്പോൾ ചിരിക്കുകയാണ്. ഇടതുഭാഗത്തൊക്കെ ആദം നബിയുടെ മക്കളിൽ നിന്നുള്ള മോശക്കാരായ മക്കളാണ്, നല്ല നിലക്ക് ജീവിക്കാത്ത മക്കളാണ്.
അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ ആദം നബി അലൈഹി സ്വലാമിന്റെ വിഷൻ ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മക്കളിലേക്കുവാ. ആദം നബി അലൈഹി സ്വലാമിന്റെ റൈറ്റ് വിഷൻ ഖിയാമത്ത് നാൾ വരെയുള്ള സ്വാലിഹീങ്ങളിലേക്ക്, ലെഫ്റ്റ് വിഷൻ ഖിയാമത്ത് നാൾ വരെ അള്ളാഹുവിനെ അനുസരിക്കാതെ ജീവിച്ചു പോകുന്ന മനുഷ്യരെ കുറിച്ച്. ഈ ഇസ്രാഉം മിഅ്റാജും ഒരു 10-15 ദിവസം പറഞ്ഞാലും അതിന്റെ പ്രാഥമിക ആഖ്യാനം അവസാനിക്കില്ല. ഞാൻ വേഗം പറഞ്ഞു പോവാണ്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ അവിടെ എത്തിയപ്പോൾ ഒന്നാനാകാശത്ത് കണ്ട അത്ഭുതങ്ങളാണ്. ഖുർആൻ പറഞ്ഞല്ലോ, എന്തിനാണ് തങ്ങളെ രാത്രിയിൽ യാത്ര ചെയ്യിക്കുന്നത്? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു. മസ്ജിദുൽ അഖ്സായുടെ പരിസരത്ത് നമ്മൾ ബറക്കത്ത് ചെയ്തിട്ടുണ്ട്. എന്താണ് പരിസരത്തുള്ള ബർക്കത്ത്? അവിടെ ഇമാം സുയൂത്തി റഹ്മഹുല്ല എഴുതിയിട്ടുണ്ട്, ബിഖുബൂരിൽ അംബിയാഇ വസ്സാലിഹീൻ, സ്വാലിഹീങ്ങളുടെ ഖബറുകൾ ഉള്ള പള്ളിയാണത്. പരിസരത്തൊക്കെ അമ്പിയാക്കന്മാരുടെ ഖബറുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഖബർ കുറച്ചടുത്ത് തന്നെയാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെത് മദീനത്തുൽ ഖലീൽ, അവിടുന്ന് കുറഞ്ഞ ദൂരേ ഉള്ളൂ. അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കുടുംബം, അമ്പിയാക്കന്മാര് പലരും വിശ്രമിക്കുന്നു. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ഈജിപ്തിൽ നിന്ന് പിൽക്കാലത്ത് കൊണ്ടുവന്ന് ഖബറടക്കിയത് അവിടെയാണ്. അവരെല്ലാം വിശ്രമിക്കുന്ന ഭൂമിയാണ് മദീനത്തുൽ ഖലീൽ, ഹെബ്രോൺ എന്ന് പറയുന്ന സ്ഥലം. ഇതെല്ലാം അടുത്താണ്. പോയിട്ടുള്ള പലരും ഇവിടെ ഉണ്ടാകും. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികൾ എത്രയോ പേരവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അതുകൊണ്ടാണ് മുഹമ്മദ് അലി ജൗഹർ അവിടെ ഖബറടക്കണം എന്ന് പറഞ്ഞത്. അവിടെ ചെന്നാൽ മുഹമ്മദ് അലി ജൗഹറിനെയും സിയാറത്ത് ചെയ്യാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തന്നില്ലെങ്കിൽ എനിക്ക് സ്വാതന്ത്ര്യമുള്ള 6 അടി മണ്ണ് വേണമെന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയായ മുഹമ്മദ് അലി ജൗഹർ ഖബർ തെരഞ്ഞെടുത്തത് അവിടെയാണ്. ഞങ്ങളൊരിക്കൽ പോയപ്പോൾ ഞങ്ങളോട് ഗൈഡ് പറഞ്ഞു, നിങ്ങൾക്ക് വളരെ ആനന്ദമുണ്ടാകുന്നൊരു കാഴ്ചയുണ്ട്, ഞാൻ അത് അവസാനേ കാണിച്ചു തരുള്ളൂ. അങ്ങനെ മസ്ജിദുൽ അഖ്സാന്റെ പരിസരം മുഴുവനുള്ള ഓരോന്നും പരിചയപ്പെടുത്തിയിട്ട്, ആ സത്യത്തിൽ അടുത്ത് തന്നെയാണ്, അദ്ദേഹം ഞങ്ങൾ എല്ലായിടത്തും കാണിച്ചു തന്നിട്ട് ലാസ്റ്റ് ഞാൻ ആദ്യം പറഞ്ഞ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് അലി ജൗഹർ അവരുടെ ഖബർ കാണിച്ചു തന്നു. അള്ളാഹു അവർക്കൊക്കെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അപ്പോൾ അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഭൂമിയാണത്, ഫലഭൂയിഷ്ടിയുള്ള ഭൂമിയാണത്. ഷാം എന്ന് പറഞ്ഞാൽ അനുഗ്രഹത്തിന്റെ നാടാണ്. ഷാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സിറിയ മാത്രമല്ല, വിശാലമായ ഒരു ഭൂമികയാണ് ഷാം. അപ്പോൾ ഷാമിന്റെ ഭാഗമായ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരങ്ങൾ മുഴുവനും പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ബാറക്നാ ഹൗലഹു, പരിസരങ്ങൾ മുഴുവനും അനുഗ്രഹീതമായ നാട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രാത്രിയിൽ യാത്ര ചെയ്യിച്ചത് എന്തിനാണ്? ലിനുരിയഹു മിൻ ആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുത്തുനബി തങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനാണ്. ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാനാണ്. ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ യാത്രക്കിടയിൽ കണ്ടതുണ്ട് മുഫസ്സിറുകൾ പറഞ്ഞത്. അതൊന്നും ഞാൻ തൊട്ടിട്ടില്ല. മസ്ജിദുൽ ഹറാം മുതൽ മസ്ജിദുൽ അഖ്സ എത്തുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന കണ്ടു, പല സ്ഥലങ്ങളും കണ്ടു, പല കാഴ്ചകളും കണ്ടു. അതൊക്കെ മുഫസ്സിറുകൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോഴെവിടെ ഒന്നും നമ്മൾ പോയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നാം ആകാശത്ത് ആദം നബി അലൈഹിസ്സലാമിനെ കണ്ടു. രണ്ടാം ആകാശം എത്തിയപ്പോൾ, ആകാശത്തിന്റെ രണ്ടാമത്തെ ലെയർ എത്തിയപ്പോൾ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം വയഹ്യ ഇബ്നു സക്കരിയ അലൈഹിസ്സലാം, 2 നബിമാരവിടെയുണ്ട്. അതാണ് മഹാനായ ഉമറുൽ ഖാദി തങ്ങൾ പറഞ്ഞത്, യുംനാഹു യദ്ഹകു വശിമാല ഇദാ ബസർ യബ്കി വയഹ്യ വൽ മസീഹ വമൻ ഹളർ. ഈസാ നബി അലൈഹിസ്സലാമിനെയും യഹ്യ ഇബ്നു സക്കരിയ അലൈഹിസ്സലാമിനെയും കണ്ടു. വഫി സാലിസതി, മൂന്നാം ആകാശത്ത് നോക്കിയപ്പോൾ ആരാണ്?
നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സൗന്ദര്യത്തിന്റെ പകുതിയും നൽകപ്പെട്ട ആളാണല്ലോ യൂസുഫ് അലൈഹിസ്സലാം. ഈ അമ്പിയാക്കളൊക്കെ നേരത്തെ മസ്ജിദുൽ അഖ്സയിൽ കൂടിയവരാണ്. അത് ചേർത്ത് മനസ്സിലാക്കണം നമ്മൾ. ഒരു മഹാ ആശ്ചര്യമുള്ള സംഭവമാണ് ഇസ്രാഉം മിഅ്റാജും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 4-ാം ആകാശമെത്തിയപ്പോൾ ഇദ്രീസ് അലൈഹിസ്സലാം ഉണ്ട്. 5-ാം ലെയറിലെത്തിയപ്പോൾ ഹാറൂൻ അലൈഹിസ്സലാം ഉണ്ട്. 6-ാമത്തെ സ്ഫിയറിലേക്ക് എത്തിയപ്പോൾ ഫാതൈതു അലാ മൂസാ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം ഉണ്ട്. ഈ നബിമാരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വാഗതം ചെയ്തത് മർഹബൻ ബിൽ അഖിസ് സ്വാലിഹി വൻ നബിയ്യിസ് സ്വാലിഹ്. അവരെല്ലാം പറഞ്ഞു, സ്വാലിഹായ സഹോദരന് സ്വാഗതം, സ്വാലിഹായ നബിക്ക് സ്വാഗതം. ആദം നബി അലൈഹിസ്സലാം പറഞ്ഞു, സ്വാലിഹായ മോന് സ്വാഗതം, സ്വാലിഹായ നബിക്ക് സ്വാഗതം. പിന്നീട് അവസാനം എത്തിച്ചേരുന്നത് ആരുടെ അടുക്കലേക്കാണ്? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ അടുക്കലാണ്. ആ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബൈത്തുൽ മഅമൂർ ചാരി അങ്ങനെ ഇരിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, മർഹബൻ ബിബ്നി സ്വാലിഹി വൻ നബിയ്യി സ്വാലിഹ്, സ്വാലിഹായ മോനെ സ്വാഗതം, സ്വാലിഹായ നബിയെ സ്വാഗതം. ജിബ്രീൽ അലൈഹിസ്സലാം എവിടെയാണ് ഇരിക്കുന്നത്? അതാ ബൈത്തുൽ മഅമൂറിനെ ചാരിയിരിക്കുകയാണ്. ബൈത്തുൽ മഅമൂർ എന്ന് പറഞ്ഞാൽ ആകാശലോകത്തെ കഅബയാണ്. ആ ബൈത്തുൽ മഅമൂർ ഭൂമിയിലേക്ക് വീണാൽ നേരെ കഅബത്തിന്റെ മേലെയാണ് എത്തുക. അത്രയും കറക്റ്റായി അല്ലാഹു തആല പടച്ചിട്ടുള്ള പടപ്പാണ് ബൈത്തുൽ മഅമൂർ. അവിടെയുണ്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വാഗതം ചെയ്തു. ഈ സംഭവങ്ങളൊക്കെ രാത്രിയുടെ നിമിഷാർദ്ധത്തിൽ സംഭവിച്ചു. ഇത് അംഗീകരിക്കാൻ ഈമാനുള്ളപ്പോഴാണ് അബൂബക്കർ എന്ന ഇബ്നു അബി ഖുഹാഫ സിദ്ദീഖായി മാറിയത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സിദ്ദീഖായ മാസമാണിത്. സിദ്ദീഖായതെങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതെല്ലാം വന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണോ? റെഡി, തർക്കമില്ല. ആ അംഗീകാരത്തിനാണ് സിദ്ദീഖ് എന്ന വിലാസമുണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതൊക്കെ ശരിയെന്ന് അംഗീകരിക്കുന്നതിനാണ് ഈമാൻ എന്ന് പറയുന്നത്. മുഅ്മിനീങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്രാ മിഅ്റാജിൽ മിഅ്റാജിനെ കുറിച്ച് പരാമർശിക്കുന്നത് പ്രത്യേക ഒരു അധ്യായത്തിലല്ല, സൂറത്തുൻ നജ്മിലാണ്. വന്നജ്മി ഇദാ ഹവാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിഅ്റാജ് പറയുന്നത് സൂറത്തുൻ നജ്മിലാണ്. മഹാനായ ഉമറുൽ ഖാളി തങ്ങൾ പറയാണ്, ഫദനൗത ഔ അദ്നാ വനിൽത അമീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലയോ പുണ്യപ്രവാചകരെ, അവിടുന്ന് ഉന്നതങ്ങളിലേക്ക് എത്തിയല്ലോ. അള്ളാഹു നിശ്ചയിച്ച ഏറ്റവും ഉന്നതമായ മണ്ഡലം. മഹാനായ അലവി മാലിക്കി തങ്ങൾ കിതാബിന് പേരിട്ടതുപോലെ വഹുവ ബിൽ ഉഫുഖിൽ അഅ്ലാ, ഹൈയസ്റ്റ് ടോപ്പിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്യുന്നതിയിലാണുള്ളത്. ഇവിടെ ഒരു ക്രമം കൂടി പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ബുറാഖ് എന്ന വാഹനത്തിൽ മസ്ജിദുൽ അഖ്സയിലെത്തി. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് തങ്ങളെ കൂട്ടിയില്ല. കാരണം ഇനി അങ്ങോട്ട് സിദ്ദീഖ് തങ്ങൾക്ക് വരാൻ പറ്റുന്ന സ്ഥലമല്ല.
പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെയാണ് യാത്ര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ ബുറാഖിൽ യാത്ര ചെയ്തുകൊണ്ട് മസ്ജിദുൽ അഖ്സയിലെത്തി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂട്ടിയത് ഹിജ്റയിലാണ്, പ്രയോഗം മാറിപ്പോയതാണ്. ഇനി ആരും അത് മിസ്കോട്ട് ഉദ്ധരിക്കണ്ട. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്രായേലില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റയിലെല്ലാം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കൂട്ടി. പക്ഷേ ഇസ്രായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂട്ടിയില്ല. ഇസ്രായിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനൊപ്പം ബുറാഖ് എന്ന വാഹനത്തിൽ മസ്ജിദുൽ അഖ്സയിലെത്തി. അവിടെ നിന്ന് നേരെ സിദ്ദീഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാമും ഉന്നതങ്ങളിലേക്ക് എത്തിയപ്പോൾ حتى لبحر النور جبريل وقف دعني تقدم يا حبيبي لا تخف أبشر تناجي ربك القيوم صلى عليك مسلما تسليما. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹ്റുൻ നൂർ പ്രകാശസാഗരം എത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇനി എനിക്കങ്ങോട്ട് വരാൻ സമ്മതമില്ല, ഇനി എനിക്കങ്ങോട്ട് വരാൻ സമ്മതമില്ല. ഹത്താ ലിബഹ്റിൻ നൂരി ജിബ്രീലുൻ വഖഫ്. ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിന്നു. ഇനി തങ്ങൾ ഒറ്റയ്ക്ക് പോയിക്കോ. അബ്ശിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമ. അല്ലാഹുവുമായി സംഭാഷണത്തിന് നിശ്ചയിക്കപ്പെട്ട സ്ഥലത്തേക്ക് പോയിക്കോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റയ്ക്ക് പോയി. അല്ലാഹു നിശ്ചയിച്ച സ്ഥലം എത്തി. അല്ലാഹുവുമായി മുലാഖാത്ത് നടത്തി. അല്ലാഹുവിന് കാലം ഇല്ല. കാലം അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. അല്ലാഹുവിന് സ്ഥലം ആവശ്യമില്ല. സ്ഥലം അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. അല്ലാഹുവിന് എങ്ങനെ എന്ന് ചോദ്യം ഇല്ല. അല്ലാഹുവിന് എവിടെ എന്ന് ചോദ്യം ഇല്ല. അല്ലാഹുവിന് എപ്പോൾ എന്ന ചോദ്യം ഇല്ല. അതൊക്കെ സൃഷ്ടികൾക്കുള്ള കാര്യങ്ങളാണ്. അല്ലാഹു തആല സൃഷ്ടിച്ച സൃഷ്ടികൾക്കാണ് ടൈം, പ്ലേസ് ഇതെല്ലാം. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം മുനസ്സഹുൻ അൻ സിഫാത്തിൽ മഖ്ലൂഖ്, സൃഷ്ടികളുടെ ഒരു ഗുണവും അല്ലാഹുവിനില്ല. നമ്മളെല്ലാം ഇന്നലെ ഇല്ലാത്തവരാണ്, ഇന്ന് ഉള്ളവരാണ്, നാളെ ഇല്ലാതാകുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന അഫ്ളലുൽ ഖൽഖ് മുതൽ ലോകത്തുള്ള എല്ലാ സൃഷ്ടികളും ഒരു നാൾ ജനിച്ചു, ഒരു നാൾ വിയോഗം തേടി, ഒരു നാൾ ഈ ലോകത്തേക്ക് ഉദയം ചെയ്തു വന്നു. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന് അദമ് ഇല്ലാത്തത് എന്ന ഒരു അവസ്ഥയേ ഇല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് മുലാഖാത്ത് നടത്തിയത് നമുക്കറിയില്ല. മാ കദബൽ ഫുആദു മാ റആ ഫറആഹു ഐനൻ വഫുആദൻ. അവിടുന്ന് കണ്ണുകൊണ്ടും ഖൽബുകൊണ്ടും അള്ളാഹുവിനെ പ്രാപിച്ചു. എങ്ങനെയെന്ന് ചോദിക്കാൻ നമുക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണ് സാധാരണ കണ്ണല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പേടകത്തിലല്ല യാത്ര ചെയ്തത്. അപ്പൊ അല്ലാഹു തആല സവിശേഷമായ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി മുലാഖാത്ത് നടത്തിയപ്പോൾ അല്ലാഹുവുമായുള്ള മുലാഖാത്തിന്റെ സമയത്ത് പറഞ്ഞു, അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. അല്ലാഹുവുമായി മുലാഖാത്തിന്റെ സമയത്ത് പറഞ്ഞു അത്തഹിയ്യാത്ത്, എല്ലാ കാഴ്ചകളും എല്ലാ പ്രസന്റേഷനുകളും, അൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്ത്, എല്ലാ സമർപ്പണങ്ങളും അല്ലാഹുവേ നിനക്കാണ്. അപ്പോൾ അല്ലാഹു തആല പ്രത്യഭിവാദ്യം ചെയ്തു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓ നബിയേ, അല്ലാഹുവിൻ്റെ എല്ലാ രക്ഷയും എല്ലാ കാരുണ്യവും തങ്ങൾക്കുണ്ടാവട്ടെ, തങ്ങൾക്ക് നൽകിയിരിക്കുന്നു.
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഓർത്തു. നമ്മൾ ഓതുന്ന അത്തഹയ്യാത്ത് മിഅ്റാജിന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് നടത്തിയ സംഭാഷണത്തിന്റെ പാരായണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനോട് സമർപ്പിച്ചു അത്തഹയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാതു ലില്ലാഹ്, ഓൾ സപ്ലിക്കേഷൻസ് ആൻഡ് ഡെഡിക്കേഷൻ, എല്ലാ സമർപ്പണങ്ങളും എല്ലാ അഭിവാദ്യങ്ങളും ലില്ലാഹ്, അല്ലാഹുവേ നിനക്കാണ്. അപ്പോൾ അല്ലാഹു തആല പ്രത്യഭിവാദ്യം ചെയ്തു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, ഓ നബിയായിട്ടുള്ളവരെ. പേരിട്ട് വിളിച്ചില്ല, നേരിട്ട് വിളിച്ചില്ല. ഓ നബിയായിട്ടുള്ളവരെ, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, ഓ നബിയായിട്ടുള്ളവരെ. എല്ലാ പ്രത്യഭിവാദ്യങ്ങളും ശാന്തി സന്ദേശങ്ങളും എല്ലാ കാരുണ്യവും സമർപ്പിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്സലാമു അലൈനാ, ഞങ്ങൾക്ക് നിന്റെ രക്ഷ വേണം, വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, നിന്റെ ഇഷ്ടക്കാരായ മുഴുവൻ അടിമകൾക്കും തരണേ റബ്ബേ. അവിടെയും നമ്മളെ മറക്കാത്ത നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരം നമ്മുടെ മിഅ്റാജാകുന്നു. നിസ്കാരം നമ്മുടെ മിഅ്റാജാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു തആല നിശ്ചയിച്ച അവന ലിഖാഇന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട അനുഗ്രഹീത സ്ഥലത്തേക്ക് പോയി നടത്തിയ മിഅ്റാജ്, ആ മിഅ്റാജിന് തുല്യമായി നമുക്കുള്ള മിഅ്റാജാണ് അസ്സലാഹ്. ഓ മുഅ്മിനീങ്ങളെ, ഒരു നേരത്തെ നിസ്കാരവും മുടക്കരുത്. അല്ലാഹു തആല മിഅ്റാജിന്റെ രാത്രിയിൽ കൊടുത്ത സമ്മാനമാണ് നിസ്കാരം. ആ നിസ്കാരം അല്ലാഹുവിൽ നിന്ന് വാങ്ങിയിട്ട് നമുക്ക് കൊണ്ടെത്തുന്നു. ഒരു മനുഷ്യൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ, അവന്റെ ജീവനുള്ളിടത്തോളം, ബുദ്ധിയുള്ളിടത്തോളം, സ്ത്രീകളാണെങ്കിൽ ശുദ്ധിയും കൂടിയുള്ളിടത്തോളം നിസ്കാരം നിർബന്ധമാണ്. മാദാമ അഖ്ലുഹു സാബിത, ബുദ്ധിയുണ്ടോ നിസ്കാരത്തിന് ഒഴിവില്ല. സ്ത്രീകൾക്ക് പ്രത്യേക കാലം നിർവഹിക്കാൻ പറ്റാത്തത് കൊണ്ട് അപ്പോൾ ഒഴിവുണ്ട്. അല്ലാത്തപ്പോൾ എല്ലാം ബുദ്ധിയുണ്ടോ, ടൂറിന് പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കല്യാണത്തിന് പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, യാത്രയിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തിനേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും തൊട്ടു മുമ്പിൽ ഊരിപ്പിടിച്ച വാളും കൊണ്ട് ശത്രുക്കളെ കഴുത്ത് വെട്ടാൻ നിൽക്കുന്ന യുദ്ധം, ആ യുദ്ധക്കളത്തിൽ പോലും നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല, ജമാഅത്ത് പോലും ഒഴിവാക്കിയില്ല. യുദ്ധക്കളത്തിൽ എങ്ങനെ നിസ്കരിക്കണമെന്ന് പ്രത്യേക നിയമം പറഞ്ഞു കൊടുത്തു. നിസ്കാരം ഒഴിവില്ല. അന്നത്തെ യുദ്ധം ഇന്നത്തെ മാതിരി ഒളിച്ചു ബോംബിടലല്ല. നേരെ മുമ്പിൽ വാളും പരിചയമായി നിൽക്കുന്നതൊന്ന് യുദ്ധങ്ങളും സംഘം ചേർന്നുള്ള നേരിട്ടുള്ള വെട്ടും കുത്തുമുള്ള യുദ്ധമാണ്. ആ യുദ്ധക്കളത്തിൽ പോലും നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല. നമ്മൾ നിസ്സാര കാര്യങ്ങൾ കൊണ്ട് നിസ്കാരം ഖളാ ആക്കി പോകുന്നുവെങ്കിൽ എത്ര വലിയ കുറ്റക്കാരാണ്. ഈ കിടക്കുന്ന ഖബറാളികളില്ലേ, അവരെയൊക്കെ ഖബറിലേക്ക് വെച്ചപ്പോൾ നിസ്കാരത്തെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടാകും. നിസ്കരിച്ചവരാണെങ്കിൽ ആ നിസ്കാരം അവർക്ക് കാവലായി അവരുടെ തലയുടെ ഭാഗത്ത് നിൽക്കുന്നുണ്ടാവും. നിസ്കാരം ഒഴിവാക്കിയവരാണെങ്കിൽ ഹിംസ്ര ജന്തുക്കളായി ഖബറിന്റെ ഉള്ളിൽ അവരെ ശല്യപ്പെടുത്തുന്നുണ്ടാകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ ചെറിയ കാര്യമല്ല. നമ്മുടെ പ്രായപൂർത്തിയെത്തിയ മക്കൾ സുബഹിക്ക് കിടന്നുറങ്ങുമ്പോൾ വാപ്പയും ഉമ്മയും ഓൻ കിടന്നുറങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കാൻ പാടില്ല. ആ മോനെ കൊണ്ട് വീട്ടിൽ അനത്തിറങ്ങും. 7 വയസ്സാകുമ്പോൾ കുട്ടിയെ അടുത്ത് വിളിക്കണം. മോനെ, ഇന്ന് 7 വയസ്സായി, മോൻ നിസ്കരിക്കണം കേട്ടോ. മുറുസ്സബിയ ബിസ്സലാത്തി ഇദാ ബലഗ 7 സിനീൻ. നമ്മളിൽ എത്രയാളുകൾ നമ്മുടെ മക്കൾക്ക് 7 വയസ്സായപ്പോൾ വിളിച്ച് ഔദ്യോഗികമായി നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് 3 കൊല്ലം അവനെ നിരീക്ഷിക്കണം, നിസ്കാരം ഉണ്ടോ എന്ന്. ഒന്നും പറയണ്ട.
10 വയസ്സാകുമ്പോഴും അവൻ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നില്ലെങ്കിൽ, മോനെ ഇനി നിസ്കരിച്ചില്ലെങ്കിൽ അടിയിട്ടുട്ടോ എന്ന് പറയണം. 15 വയസ്സായിട്ട്. അപ്പോൾ ഈ 15 വയസ്സിലാണ് അല്ലെങ്കിൽ പ്രായപൂർത്തിയാകുമ്പോഴാണ് നിർബന്ധമാവുന്നത്. അതിന് 8 കൊല്ലം മുമ്പ് ട്രെയിനിങ് തുടങ്ങണം. അത്ര പ്രാധാന്യമുള്ള അമലായതുകൊണ്ടാ. 15 വയസ്സായി പ്രായപൂർത്തിയായിട്ടും അവൻ നിസ്കാരം ഒഴിവാക്കിയാൽ ശറഇന്റെ ഭാഷയിൽ അള്ളാഹുവിൻ്റെ വെള്ളവും വായുവും ശ്വസിച്ച് ജീവിക്കാൻ അവന് അവകാശമില്ല. ഇസ്ലാമിൻ്റെ നിയമവ്യവസ്ഥ നടപ്പിലാക്കുന്ന ഒരു മുസ്ലിം രാജ്യമാണെങ്കിൽ നിസ്കാരം ഒഴിവാക്കുന്ന മുസ്ലിമിനുള്ള ശിക്ഷ എന്താണ്? അത് ആ രാജ്യത്തും ആ പരിതസ്ഥിതിയിലും ബാധകമാണ്. അല്ലാതെ അത് വേറെ എവിടെയും ചേർത്ത് വായിക്കാനുള്ളതല്ല. അവൻ അള്ളാഹുവിൻ്റെ ഭക്ഷണം കഴിച്ച്, അള്ളാഹുവിൻ്റെ വായു ശ്വസിച്ച്, അള്ളാഹുവിൻ്റെ വെള്ളം കുടിച്ച്, അള്ളാഹിൻ്റെ ഭൂമിയിൽ ജീവിച്ചിട്ട് 5 നേരം അള്ളാഹുവിന് നിർബന്ധമായി നിർവഹിക്കേണ്ട നിസ്കാരം നിർവഹിക്കുന്നില്ലെങ്കിൽ അവനിത് അനുഭവിക്കാൻ അവകാശമില്ല എന്നാണ് അവൻ്റെ മേലുള്ള ശിക്ഷയുടെ തീരുമാനം. ഇത്ര ഗൗരവപ്പെട്ട കാര്യമാണ് നിസ്കാരം. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യമാർ നിസ്കാരത്തിൽ കൃത്യതയുള്ളവരാണോ? നമ്മുടെ പെൺമക്കൾ നിസ്കാരത്തിൽ കൃത്യതയുള്ളവരാണോ? നമ്മുടെ പ്രായപൂർത്തിയായ മക്കൾ രാത്രി മുഴുവനും അലഞ്ഞു നടന്ന് മൊബൈലും കൊഫയും ബൊഫയും ഒക്കെ കഴിഞ്ഞിട്ട് എപ്പോഴോ വന്നു കിടന്നിട്ട് 8 മണി വരെ കിടന്നുറങ്ങുമ്പോൾ അതവൻ ഇന്നലെ രാത്രി 2 മണിക്കാണ് വന്നത്, ഉറങ്ങിക്കോട്ടെ എന്ന് വെക്കണ ഉമ്മ നിങ്ങൾ മകനോട് സ്നേഹമുള്ള ഉമ്മയല്ല. നിങ്ങൾ ആ മകൻ്റെ അപകടത്തിൽ സമാധാനിക്കുന്ന ഉമ്മയാണ്. ഉപ്പ നിങ്ങൾ മകനോട് ഭാര്യയോട് സ്നേഹമുള്ളയാളല്ല. അവരെ സുബഹിക്ക് വിളിച്ചുണർത്തണം, നിസ്കരിപ്പിക്കണം. അത് നിങ്ങൾക്കുള്ള ഇബാദത്താണ്, അവർക്കുള്ള രക്ഷയാണ്. ആ നിസ്കാരം സമ്മാനമായി തന്ന രാത്രിയാണ് ലൈലത്തുൽ മിഅ്റാജ്. 50 വറആ അജായിബ അലമിൽ മലകൂതി വസറായിറൻ നാസൂതി വൽ ജബറൂതി കമ്മിൽ ലദുന്നിൻ ഹവാഹു ഉലൂമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ.